വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഇന്ന് നമ്മൾ കിഡ്സിന്റെ സൈസ് ചാർട്ട് ആണ് നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ മുൻപ് നമ്മൾ ഇതുപോലെ ബ്ലൗസിന്റെ അതുപോലെ കുർത്തിയുടെ ഒക്കെ സൈസ് ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെൽപ്ഫുൾ ആണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഏതൊക്കെ ഡ്രസ്സിന് എത്രയൊക്കെ തുണി എങ്ങനെയാണ് എടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ അഡൽസിന്റെ ഡ്രസ്സിനേക്കാളും ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ ഡ്രസ്സ്. കാരണം കുട്ടികൾ പെട്ടെന്നാണ് വലുതാവുക. അപ്പോൾ നമ്മൾ മെഷർമെന്റ് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഒറ്റ തവണയൊക്കെയാണ് നമുക്ക് നല്ല ഡ്രസ്സ് ചെറുപ്പത്തിലേ ഇടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഇടിക്കുന്ന സമയം ആകുമ്പോഴേക്കും അവർ വലുതായിട്ടുണ്ടാവും. എനിക്കൊക്കെ പ്രത്യേകിച്ച് ഇവിടെ വിന്റർ സമ്മർ സീസൺ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ സീസണിൽ ഇട്ട ഡ്രസ്സ് 6 മാസം കഴിയുമ്പോൾ മടക്കി വെക്കേണ്ടി വരും. പിന്നെ വിന്ററൊക്കെ കഴിഞ്ഞ് അടുത്ത സമ്മറിന് എടുക്കുമ്പോഴേക്കും ആ ഡ്രസ്സ് ഒന്നും പാകാവുണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് കുട്ടികളുടെ കേസ്. നമ്മളെ പോലെയല്ല, അവരുടെ മെഷർമെന്റ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അളവെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഒരു ഫ്രോക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് 4 തുണിയാക്കി മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഓരോ മെഷർമെന്റ് എടുക്കുക. അപ്പൊ ഈ ഒരു അളവല്ല ഞാൻ കൊടുത്തിട്ടുള്ള കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ടുള്ള അളവാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നെക്ക് അകലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അകലം, അതുപോലെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഷോൾഡർ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ 7 to 8 ഇയേഴ്സിന്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നത് ഇത് 13 ആണ്. 2 മടക്കാക്കുമ്പോൾ 13. അപ്പോൾ നമുക്ക് വരുന്നത് ഫുൾ അളവ് വരുന്നത് 26 ആണ്. അപ്പോൾ ഇത് 7 ആണ്. 7 ഇയേഴ്സിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 26, കറക്റ്റ് 26 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ അളവിലാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ കുട്ടികളായാലും ആരായാലും നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ എഴുതി വെക്കും. ചെസ്റ്റ് 26, വേസ്റ്റ് ഇത്ര, ഷോൾഡർ ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള അളവാണ്. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇന്ന ആളുടെ പേര് എഴുതിയിട്ട് നമ്മൾ അളവുകൾ താഴെ എഴുതി വെക്കുമ്പോൾ ഈ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഒരു ചെസ്റ്റ് 22 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ പറയുമ്പോൾ ഒന്ന് കൂട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് 23 ഇട്ടിട്ട് അതിൻ്റെ ഡിവൈഡഡ് ബൈ 4 അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം 4 മടക്കിൽ ഞാൻ ഇങ്ങനെയുള്ള അളവാണ്, ഇങ്ങനെ മടക്കിയിട്ടുള്ള അളവാണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അത് കട്ട് ചെയ്ത് ശീലമുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സ് ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വേണം അളവ് എഴുതിയെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് എത്രയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതൊട്ടും അറിയാത്തവർക്കാണ് ഇത് പറയുന്നത് കേട്ടോ. ഒട്ടും കട്ട് ചെയ്യാൻ അറിയില്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു ചാർട്ട് ഉപകരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് ഏജ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഫാൻ്റ് ആയിട്ടുള്ളതൊന്നും അധികം തയ്ക്കാനായിട്ട് വരില്ല. ഒന്നുകിൽ ഇപ്പോൾ 3 മാസമുള്ള കുട്ടികൾക്കൊക്കെ ബാപ്റ്റിസത്തിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ നൂലുകെട്ടിൻ്റെ സമയത്ത്, നൂലുകെട്ടിന് നമ്മൾ മുണ്ടാണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ സെഷനൊക്കെ വരുമ്പോഴാണ് പട്ടുപാവാടയോ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടിപ്പിക്കുക. ചെറിയ ഇൻഫാൻസിനൊക്കെ തയ്ക്കുന്ന ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ 3 മാസം 4 മാസമൊക്കെ ഉള്ള കുട്ടികളുടെ കൂടുതലും കോട്ടൺ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെയാണ് ഇടുക. കൂടുതലും ബാപ്റ്റിസം ഡ്രസ്സാണ് ഈ ഒരു പ്രായത്തിൽ തയ്ക്കാനായിട്ട് വരാറ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത് 3 to 6, 6 to 1 ഇയർ, പിന്നെ 1 to 2. പെട്ടെന്നാണല്ലോ കുട്ടികൾ വലുതാവുക. അപ്പം നമ്മൾ ഒരു തവണ എഴുതി വെച്ചാൽ അതേ അളവായിരിക്കില്ല ഇപ്പം അടുത്ത തവണ ആ കുട്ടിയുടെ ഡ്രസ്സ് തയ്ക്കാൻ വന്നാൽ. ഇപ്പം അക്കുവിൻ്റെ വയസ്സ്, എൻ്റെ മൂത്താളുടെ വയസ്സ് നോക്കുകയാണെങ്കിൽ 9 വയസ്സാണ്. പക്ഷെ അവൾക്ക് 9 വയസ്സിൻ്റെ ഡ്രസ്സ് ഇട്ടാൽ പറ്റില്ല. അവൾക്കൊരു 10 വയസ്സിൻ്റെ ഡ്രസ്സ് വേണം. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. വണ്ണമൊന്നും ഇല്ലെങ്കിലും ആൾ നല്ല ഹൈറ്റ് ഉണ്ട്. ക്ലാസ്സിൽ അസംബ്ലിയിൽ ഏറ്റവും ലാസ്റ്റ് അവളാണ്. അപ്പോൾ ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ അതുപോലെ പല കുട്ടികളുടെയും വയസ്സിനനുസരിച്ചായിരിക്കില്ല. ചിലർക്ക് നല്ല വണ്ണം ഉണ്ടായിരിക്കും, ഹൈറ്റ് കറക്റ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും, വണ്ണം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രായം വരെ കുട്ടികളുടെ സൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിപ്പോൾ 3 മാസം മുതൽ 12 വരെയാണ് കേട്ടോ. 12 കഴിഞ്ഞ് പിന്നെ 13 ടീനേജിലേക്ക് കടന്നുല്ലോ. അപ്പോൾ 12 വരെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ആ സൈസ് 13 തൊട്ടുള്ള സൈസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 മാസം മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഏജ്. പിന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോൾഡർ ടു ആംഗിൾ ലെങ്ത് വരെയാണ് ടോട്ടൽ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഈ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ ഡ്രസ്സും തയ്ക്കാം. ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഫുൾ സ്കേർട്ടിൻ്റെ ലെങ്ത്താണ്. ഇപ്പോൾ ഒരു പട്ടുപാവാടയൊക്കെ തയ്ക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരവണ്ണം മുതൽ
നീ വരെയുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് ഹാഫ് സ്കേർട്ട് ലെങ്ത്ത്, ഹാഫ് വരെ മുട്ടിൻ്റെ അവിടെ നീക്ക് തൊട്ട് താഴെയാണല്ലോ സ്കേർട്ട് നിൽക്കുക, ആ ഒരു ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഫ്രോക്കിൻ്റെ താഴോട്ടുള്ള ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഫ്രോക്കിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രോക്കിൻ്റെ നീ ലെങ്ത്തും കിട്ടും, നമുക്ക് ഹാഫ് സ്കേർട്ടും കിട്ടും. അങ്ങനെ കാഫ് എന്നാണ് പറയുക നമ്മൾ മുട്ടിൻ്റെ താഴെ നിൽക്കുന്ന ആ ഒരളവ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഇതുപോലെയുള്ള ഫ്രോക്കിൻ്റെ ടോപ്പ് ലെങ്ത്ത് ഇപ്പോൾ ഇതൊരു 7 ഇയേഴ്സിൻ്റെ ആണ് ടോപ്പ്. അതേ ഇവിടെ 10 ഇഞ്ച് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ യോക്ക് പോർഷന് അതുവരെയുള്ള അളവാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റാണ് കേട്ടോ. 7 ഇയേഴ്സിൻ്റെ നമ്മൾ ടോപ്പ് ലെങ്ത്ത് 10. അപ്പോൾ ഇങ്ങനെ അളവ് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഞാൻ കൊടുത്തിട്ടുള്ള അളവെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനും അതുപോലെ ഈ സ്കേർട്ടിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ അളവുകൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെ ഷോൾഡർ, പിന്നെ ആം ഹോൾ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഷോൾഡർ, ആം ഹോള്, നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അളവാണ്, അല്ലാതെ പകുതിയല്ല, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അളവാണ്. അതുപോലെ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കുള്ള, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഒരുപാടൊന്നും താഴോട്ട് കുട്ടികൾ ഇറങ്ങി പോവില്ല. നെക്കിൻ്റെ വിഡ്ത്തൊക്കെ ഒരുവിധം സെയിം ആയിരിക്കും, വല്ലാണ്ട് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള അകലവും ഇറക്കുവാണ്. പിന്നെ ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ കൊടുത്തിട്ടുള്ളത് ഹിപ്പാണ്. ഹിപ്പ് കൊടുത്താലാണ് നമുക്ക് പാൻറ്റൊക്കെ വേണമെങ്കിൽ അതിൻ്റെ അളവൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഹിപ്പിൻ്റെ അളവ് അറിഞ്ഞാലാണ് ഇലാസ്റ്റിക് ടൈപ്പ് പാൻറ്റൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹിപ്പ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ എഴുതാത്ത ഒരു അളവെന്ന് പറയുന്നത് സ്ലീവിൻ്റെ ആണ് കേട്ടോ. അതങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ സ്ലീവിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യുക. കൂടുതലും കുട്ടികൾ സ്ലീവില്ലാത്ത ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ സ്ലീവ് ഉള്ളത് വളരെ കുറവാണ് ചെയ്യുക. അത് നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൻ്റെ ലെങ്ത്തും സ്കേർട്ടിൻ്റെ ലെങ്ത്തും ഒക്കെ ആക്കിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ തന്നിട്ടുള്ള അളവുകളൊക്കെ ഇല്ലേ, അത് ഫ്രോക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ടോപ്പ് ലെങ്ത്ത് ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ചും കൂടെ എടുക്കണം കേട്ടോ. എന്നാലാണ് ക്രോപ്പ് ടോപ്പ് ആയിട്ട് കിടക്കും. ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ ബെല്ലി ബട്ടന് മുകളിൽ നിൽക്കുന്ന ടോപ്പാണെങ്കിൽ, ബെല്ലി ബട്ടന് താഴെ പട്ടുപാവാടയുടെ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു 3 ഇഞ്ചൊക്കെ താഴോട്ട് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതും കൂടെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കട്ട് ചെയ്യാനുള്ള മെഷർമെൻ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്നതാണ്. കുറേ പേര് ഇപ്പോൾ ഇതുപോലെയുള്ള ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചോളൂ. കമൻസിൽ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സഞ്ചറിലോ ഇൻസ്റ്റയിലോ ഒക്കെ മെസ്സേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഇതുപോലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്തിട്ട് അതിന് റിപ്ലൈ തരുമ്പോൾ അധികം എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. കുറേ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.